ഭൈരവിയിൽ താനവർണ്ണം പാടുകയായി രാഗ മധുവന ഗായിക ഇന്ത്യ തപോവന ഭൂമിയിൽ അമൃതം പെയ്യുകയായി വാൽ കണ്ണെഴുതിയ മകരനിലാവിൽ മാമ്പൂ മണമൊഴുകി മംഗളമരുളുകയായി വാൽ കണ്ണെഴുതിയ മകരനിലാവിൽ മാമ്പൂ മണമൊഴുകി ആതിരവിരിയും കളിരൂഞ്ഞാലായി തുളസി കതിരാടി എങ്ങനെയുണ്ടായി ചാലഞ്ച് റൗണ്ട്? വല്ലാത്ത ചാലഞ്ചായി പോയി. വല്ലാത്ത ചാലഞ്ചായി പോയിന്ന്. അങ്ങനെ ഞങ്ങൾ വെറുതെ വിടാൻ ആരും ഉദ്ദേശിച്ചിട്ടില്ല. നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം ശ്രുതി ഒക്കെ ചേർന്നോ എന്നുള്ളത്. ഓക്കെ ശരത് സർ, ചന്തയില് കുസൃതിയൊക്കെ കാണിച്ചു പോയതാ, ഇപ്പൊ ചാലഞ്ച് റൗണ്ടിൽ വന്ന് നിക്ക. അതാണ് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും. മോളെ നല്ല പാട്ട്, ആദ്യ സെലക്ഷൻ നല്ല ഐശ്വര്യമുള്ള ഒരു പാട്ട്. ഇത് ആരൊക്കെയാണ് ചെയ്തതെന്ന് പറയും. മ്യൂസിക് SP വെങ്കടേഷ് സർ, വെങ്കടേഷ് അണ്ണൻ. അടുത്തത് ലിറിക്സ് കൈതപ്രം അണ്ണാച്ചി. പാടിയത് ഞാൻ 2 വെർഷനും കൂടെ മിക്സ് ആക്കിയിട്ട് 2 കൂടെ ചേർത്തിട്ടാ മോള് പാടിയത്. കുറച്ച് ചിത്രാമ്മയുടെ പഠിച്ചു, പിന്നെ യേശുദാസ് സാറിന്റെ രണ്ടും കൂടെ എടുത്ത് അങ്ങ് വെച്ച് അലക്കി. ഇപ്പൊ മോളെ നന്നായിട്ട് തന്നെ പാടി കേട്ടോ, പ്രധാനമായിട്ട് നന്നായിട്ട് പാടി. പിന്നെ എനിക്ക് പിന്നെ നമ്മള് ഒരു ചെറിയ കറക്ഷൻ എന്ന് പറയുമ്പോ തുളസി കതിർ മകൾ എങ്ങനെയാ പാടുന്നത്? തുളസി അതെപ്പോഴും അത് എല്ലാം നമുക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലേ, നമ്മൾ ഏതാ പാടുന്നതെന്നുള്ളൊരു ക്ലാരിറ്റി വേണം. തുളസി കേട്ടോ. തുളസി ഓക്കെ ഓക്കെ ഓക്കെ. അതുപോലെ മോളെ ഈ അനുപല്ലവിയുടെ സെക്കൻഡ് ഹാഫ് ഈ ശ്രുതിയും ക്ലിക്കും മാത്രം വന്നപ്പോ അത് മോക്കൊരു മൊത്തത്തിലൊരു കൈവിട്ട അവസ്ഥയായിരുന്നു. നമുക്കൊന്ന് ശരിക്ക് പാടിയാലോ? എന്റെ തപോവന ഭൂമിയിൽ അമൃതം പെയ്യുകയായി. അതൊക്കെ ഒന്ന് ശരിയായിക്കോ. ഈ സംഗതി വാട്ട് എവർ സംഗതി അതിനൊരു ക്ലാരിറ്റി വേണം മോളെ. ആ ക്രോമാറ്റിങ്ങിനൊക്കെ ഒരു ക്ലാരിറ്റി വേണം കേട്ടോ.
ഓക്കെ അതുപോലെ അതൊക്കെ ആ സ്വരങ്ങൾ ഇപ്പോൾ വലിയ ഗാന്ധാരം ആ ചെറിയ മധ്യമൊക്കെ മോളെ പാടുമ്പോൾ അതിനൊരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു സുഖം കിട്ടത്തില്ല കേട്ടോ. ഓക്കെ സാർ. ഏതെങ്കിലും ഒരു ശ്രുതി ഇട്ടിട്ടേ മോളെ, ഏതെങ്കിലും ഒരു മോൾക്ക് അറിയാവുന്ന പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൃതീസ് അറിയാമെങ്കിൽ അതോ എന്തെങ്കിലും പാടി ഓൺ ചെയ്തിട്ട് ആ ശ്രുതിയിൽ പാടിയിട്ട് അങ്ങ് ഓഫ് ചെയ്തിട്ട് പാടി തീരുമ്പോൾ അത് ഓൺ ചെയ്യുക. അപ്പോൾ അറിയാം നമ്മൾ ഇറങ്ങിയിട്ടുണ്ടോ കയറിയിട്ടുണ്ടോ എന്നുള്ളത്. അതൊരു കുറച്ചും കൂടെ കോൺസെൻട്രേഷന് ശ്രുതി കുറച്ചും കൂടെ നമ്മൾ പക്കായിട്ട് ചെയ്യാനുള്ള ഒരു പ്രാക്ടീസാണ് കേട്ടോ മോളെ. അത് ചെയ്യുക. ഓക്കെ സാർ. ശ്രുതി ബോക്സ് ഉണ്ടോ വീട്ടിൽ? ഉണ്ട്. അപ്പോൾ അത് ഓൺ ചെയ്തിട്ട് പാടുക. പാടിയിട്ട് അതങ്ങ് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഓഫ് ചെയ്യുക. എന്നിട്ട് പാടിക്കൊണ്ടിരിക്കുക. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പാടി ഒരു ഷഡ്ജം നിർത്തുമ്പോൾ അത് ഓൺ ചെയ്ത് നോക്കുക ചേരുന്നുണ്ടോ കേട്ടോ. അത് പ്രാക്ടീസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അത് നല്ല നിങ്ങൾക്ക് ഗുണം ചെയ്യും എല്ലാ വിധത്തിലും. അപ്പോൾ അത്രേ ഉള്ളൂ മക്കളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ഷാനിക മോളെ എന്താ സാർ? നല്ല സോങ് സെലക്ഷൻ മോളെ, താങ്ക് യു നല്ല സാർ. സോങ് സെലക്ഷൻ, നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. പിന്നെ ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞു ഇതൊരു റൗണ്ട് അല്ല, ഇതൊരു ട്രെയിനിങ് ഗ്രൗണ്ടാണ്. അപ്പം ഇപ്പൊ ശരത്തേട്ടൻ പറഞ്ഞ പ്രാക്ടീസ് ഉണ്ടല്ലോ, പാട്ട് തുടങ്ങിയിട്ട് ശ്രുതി ഓഫ് ചെയ്യുക, എന്നിട്ട് പാട്ട് തീരുമ്പോൾ ശ്രുതി ഓൺ ചെയ്യുക. ആക്ച്വലി അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ. ശ്രുതി പോകുന്നു, ക്ലിക്ക് മാത്രം വരുന്നു, പിന്നെ തിരിച്ച് ശ്രുതിയിലേക്ക് അവര് കൊണ്ടുവരുന്നു നിങ്ങളെ. അപ്പം ഞാനും ആ സെയിം സ്ഥലങ്ങൾ, ഇപ്പൊ എന്റെ തപോവന ഭൂമിയിൽ നമ്മളെല്ലാവരും എനിക്കൊന്ന് സിമിലർ സ്ഥലങ്ങളൊക്കെ തന്നെയാണ് എഴുതി വെച്ചിരിക്കണേ. അതുപോലെ ചരണത്തിലാണ് ആക്ച്വലി വെറും ക്ലിക്ക് വന്ന സമയത്താണ് മോളൊന്ന് വഴുതിയതായിട്ട് ഫീൽ ചെയ്തത്. ശരത്തേട്ടൻ പറഞ്ഞ ക്ലാരിറ്റി ആണ് മോളെ പ്രശ്നം. ഏതൊക്കെ നോട്ട്സ് ആണ് ഹിറ്റ് ചെയ്യണേ എന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി മാത്രം മോളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പ്രാക്ടീസ് ചെയ്യുക, അത് ഇറ്റ് ഹെൽപ്സ് കേട്ടോ. അതിനിപ്പോ ഈ റൗണ്ട് കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഈ പരിപാടി നിർത്തിയിട്ട് പോരുത്. ശ്രുതി ബോക്സ് വെച്ചിട്ട് ഇത് ചെയ്യാം കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ആ ഒരു പ്രാക്ടീസ്. നമ്മൾ ആ ശ്രുതിയിൽ തന്നെ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ഒരു പ്രാക്ടീസ് ആയത്. അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ആദ്യം 1-2 തവണ അത് നിൽക്കില്ല എന്ന് വരും, പക്ഷെ അത് കണ്ടിന്യൂസ് പ്രാക്ടീസിലൂടെ അത് നേടിയെടുക്കാൻ പറ്റും കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മാഡം. താങ്ക് യു ഷാനിക. ശ്രീനി സർ. യെസ് ദിയ. എന്താ സാർ? ദിയയുടെ ഫാമിലി റൗണ്ട് അല്ലേ പാടി, അത് വെച്ച് നോക്കുമ്പോൾ അത് ഓഫ് കോഴ്സ് അതൊരു ഹാപ്പി സോങ്, ഒരു കോമഡി സോങ് ആണ്. അതുകൊണ്ട് അത് അങ്ങനെ പോയി. അവിടെ കുറച്ച് ഒരു ഷൗട്ട് ചെയ്ത പോലെ എനിക്കൊരു ഫീൽ ചെയ്തു. ഇന്നാണ് ദിയ എന്താണെന്ന് ഞാൻ അറിയുന്നത്. യു ആർ സച്ച് എ ബ്യൂട്ടിഫുൾ സിംഗർ. ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സിംഗർ വിതിൻ യു. എനിക്കിങ്ങനെ പാടണം എന്നുള്ളൊരു സിംഗറാണ്. അതായത് എനിക്ക് പെർഫെക്റ്റായിട്ട് പാടണം, എല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യണം എന്നാണ് ദിയയുടെ. അത് ഐ ക്യാൻ സീ ദാറ്റ്. എനിക്ക് പറയാനുള്ളത്, ഈ ശ്രുതിയുടെ പ്രശ്നങ്ങൾ പറഞ്ഞില്ല, അത് ഇറ്റ്സ് ഓൾസോ ബിക്കോസ് ഓഫ് പോസ്ചർ, ബ്രീതിങ്ങിൻ്റെ എങ്ങനെയാ ബ്രീത് ചെയ്യുന്നത് നമ്മൾ. സോ വെൻ യു ബ്രീത്, it has to, the abdomen has to come out, and when you sing, the abdomen has to go in. So that is അത് നമുക്ക് നോക്കണം. എന്നിട്ട് your posture also straight ആയിട്ട് നിൽക്കണം. ആൻഡ് നമ്മുടെ ഈ ബ്രെത്തി ആയിട്ടാണ് പാടുന്നത്, കുറച്ച് വളരെ ഹസ്കി ആയിട്ടാണ് പാടാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഫുൾ വോയിസിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയണം. അത് യു ക്യാൻ ടോക്ക് ടു ഗ്രൂമേഴ്സ്, ക്യാൻ ലുക്ക് അറ്റ് യൂട്യൂബ് എക്സസൈസസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. You have a beautiful voice. You will become a really good singer. And ഈ എടുത്ത പാട്ടിൽ ഈ റൗണ്ടിന് ആ ചരണത്തിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. സാധാരണ ഒരു പാട്ട് ഇതൊരു ആനന്ദഭൈരവിയിൽ പാടിക്കൊണ്ടിരുന്നിട്ട് എന്നിട്ട് ദർ ഇസ് എ ചേഞ്ച് ടുവേർഡ്സ് ദി എൻഡ്. ആനന്ദഭൈരവി അല്ലാത്ത ഒരു ഫ്രേസ് വരുമല്ലോ, അവിടെയാണ് പ്രശ്നം. എന്നിട്ട് തിരിച്ച് ആനന്ദഭൈരവിയിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്, ഇറ്റ് ഈസ് നോട്ട് ഈസി, ബട്ട് യു ഡിഡ് ഇറ്റ് വെൽ. നന്നായിട്ട് പാടി. ഗ്രേറ്റ് സ്റ്റഫ്. I really liked it. There are some problems, but that's okay. നമ്മൾ പാടുമ്പോൾ ആര് പാടിയാലും പ്രോബ്ലം വരും. താങ്ക് യു ശ്രീനി സാർ, ശരത് സാർ. ഓക്കെ, ഇനി മാർക്ക് ചോദിക്കാം. ഓക്കെ, ശരത് സാർ 8 മാർക്ക് മോളെ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു ഷാനിക. 8. താങ്ക് യു സർ. ശ്രീനി സാർ പറഞ്ഞാൽ ഇപ്പം പാവം അറിയാണ്ട് പറഞ്ഞു. അറിയാതെ വാ തുറന്നതാ. ഓക്കെ, സോ ടോട്ടൽ 16 മാർക്സ്.